എല്ലാവർക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നാളത്തെ വീക്കെൻഡിനെ കുറിച്ചാണ്. മിക്കവാറും ഒരു ചില മാതാപിതാക്കളെ അപേക്ഷിച്ച് മറ്റെല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒന്നിച്ച് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ സാറ്റർഡേ, അതായത് വീക്കെൻഡ്. ഒരു ചില പേരൻസ് പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെയും അവർക്ക് ആ വീക്കെൻഡ് സൺഡേയിലേക്ക് മാറ്റാം. ഇതിൽ പ്രധാനമായിട്ട് നാം പറയേണ്ടത്, ഒരു കുടുംബനാഥനെ സംബന്ധിച്ച് അദ്ദേഹം കുടുംബത്തിൻ്റെ ചുമതലകളെല്ലാം ഏറ്റെടുക്കുന്നു. അദ്ദേഹം ആവശ്യത്തിനുള്ള ചിലവുകൾ നിർവഹിക്കുന്നു. അതിനുള്ള കാര്യങ്ങളെല്ലാം ഭാര്യ ഏർപ്പെടുത്തുന്നു. ഭാര്യ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു. അത് സാധാരണ ചില കുടുംബങ്ങളിൽ നടന്നു വരുന്ന അങ്ങനെ ഒരു പ്രാക്ടീസാണ്. പക്ഷെ എന്നാൽ കഴിയുന്നതും അതിനൊരു മാറ്റം കൊടുക്കേണ്ട ഒരു സമയമാണ് ഇനിയുള്ള കാലഘട്ടങ്ങൾ. കാരണം കുട്ടികൾ സ്കൂളിൽ പോയി അവരുടെ ഫ്രൈഡേ വരെയുള്ള ഇത് കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആയി അവർക്ക് കിട്ടുന്ന ഒരു ദിവസം സാറ്റർഡേയും സൺഡേയുമാണ്. ആ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് അവരുടെ സമയം, കുറച്ചധിക സമയം അവരുടെ പേരൻസിനോടൊപ്പം സ്പെൻഡ് ചെയ്യണം. പേരൻസും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിച്ച് പേരൻസും ചെയ്യേണ്ടത് തൻ്റെ കുഞ്ഞുങ്ങളുമായി ഒന്നിച്ചുള്ള ഒരു ദിവസം ഉണ്ടായിരിക്കണം. അത് എപ്പോഴും അതിൽ യാതൊരു മാറ്റങ്ങളും വരുത്താതെ അതൊരു ഹാബിറ്റ്സാക്കി മാറ്റുക. അപ്പോൾ പേരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഗാഢമായിരിക്കും. അപ്പോൾ പരസ്പരമുള്ള ഓരോ അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കാം, അവിടെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചോദിക്കാം, ടീച്ചറിനെ കുറിച്ച് അറിയാം. ഇങ്ങനെ പല കാര്യങ്ങൾ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കരുത്. വീക്കെൻഡാന്നുള്ള രീതിയിൽ ഒരിക്കലും ഗ്രഹനാഥികയോ ഹൂവർ ഇറ്റ് മേ ബി ഒരിക്കലും അന്നത്തെ ദിവസം ഒന്നിച്ച് തന്നെയായിരിക്കണം. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് കഴിയുന്നതും എവിടെയെങ്കിലും പോയി സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ആണുങ്ങൾ ഒരു വീക്കെൻഡ് ആകുമ്പോൾ കൂട്ടുകാരൊക്കെ കാണണം, ഒക്കെ ശരിയാണ്. ബട്ട് ആരെ കാണണമെങ്കിൽ തന്നെയും അതിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കണം. സാമ്പത്തിക സ്ഥിതി ഉള്ളവരും ഉണ്ടാകും, സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരും കഷ്ടിച്ച് ജീവിക്കുന്നവരൊക്കെ കാണും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ക്യാഷ് കൊടുത്ത് വാങ്ങാമെന്നുള്ളതല്ല സമാധാനം. ഈ സമാധാനം നാം സ്വയമേ ആർജിച്ചെടുക്കുന്ന ഒന്നാണ്. നിങ്ങൾ ഒരു ദിവസം അവരുടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായി ഒന്നിച്ചിരുന്നുള്ള ഒരു ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ ഭാഗ്യമുള്ളൊരു ദിവസമായി തന്നെ നാം കാണണം. എന്ത് ആഹാരമായിരുന്നാലും ഒന്നിച്ചിരുന്ന് കൂട്ടമായിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദും സന്തോഷവും ഒരു പ്രത്യേകത തന്നെയാണ്. ഒരിക്കലും അത് കുഴിമന്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് സന്തോഷം വരൂ, തൃപ്തി വരൂ, അങ്ങനെയൊന്നുമില്ല. തൃപ്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരിതാണ്. ഒപ്പം ഈ വീക്കെൻഡ് ദിവസങ്ങളിൽ തിരക്കുള്ള ദിവസമായിരിക്കും. പ്രധാനമായും നമ്മുടെ വാഷിങ്ങും ക്ലീനിങ്ങും പലരും തിരക്കുകളായിരിക്കും. എത്ര തിരക്കായിരുന്നാലും ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടത് അന്നത്തെ ദിവസം തങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കണം, കുട്ടികൾക്കുള്ള ദിവസമാക്കി മാറ്റണം. കാര്യം അതിന് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അവർ സ്കൂളിലും മറ്റുമായിട്ട് അവർ തിരക്കിലാണ്. രാവിലെ ഒരു കെട്ട് ബുക്കുമായിട്ട് പോകുമ്പോൾ ഈവനിങ് അതേ ഭാരം വെച്ച് തിരിച്ചു വരുന്നു. അവർ ടയർഡാണ്, പഠിക്കണം,
ഒത്തിരി ഓവർ സ്ട്രെയിൻ കുട്ടികൾക്ക് കാണാം. ആ ഓവർ സ്ട്രെയിൻ ഇല്ലാതെ അവരൊന്ന് ഫ്രഷ് അപ്പ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം പേരൻസിനാണ്. അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തുക, അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുക, അതിനുള്ളൊരു പരിഹാര മാർഗം കണ്ടെത്തുക. ഇതൊക്കെ ആയിരിക്കണം പേരൻസ് കുഞ്ഞുങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളും അവരുടെ മനസ്സ് തുറക്കും, അവരുടെ ആവശ്യങ്ങൾ പറയും, ഒക്കെ അവർ പറയും. കഴിവിടത്തോളം മാക്സിമം അവരുടെ ആവശ്യം ഉള്ളതാണെങ്കിൽ അതിനെ സഫലീകരിച്ചു കൊടുക്കേണ്ട കടമയും പേരൻസിനുണ്ട്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു വീക്കെൻഡ് വരുമ്പോൾ ആ വീക്കെൻഡിൽ എല്ലാവരും ഒന്നിച്ച് ചേർന്നുള്ള ഒരു ദിവസമാക്കി മാറ്റാൻ പേരൻസും കുട്ടികളും ശ്രമിക്കണം. അന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ കുടുംബത്തിനുള്ള ദിവസമാണ്. മറ്റുള്ള ദിവസങ്ങൾ നിങ്ങൾ ആൾക്കാരെ കാണുന്നുണ്ട്, നിങ്ങൾ ജോലി സ്ഥലത്ത് പലരും മീറ്റ് ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, പലതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം കിട്ടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വീക്കെൻഡ് മാത്രമാണ്. അതിൻ്റേതായ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കണം. ആ കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് ഉണ്ടാകേണ്ട ഒരു ദിവസമാണ്. നിങ്ങളുടെ ഓരോ പ്രവർത്തനം എല്ലാവർക്കും ചേർന്നുള്ള പ്രവർത്തനമാകുമ്പോൾ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജനറലായിട്ട് കുട്ടികൾ കിടക്കുന്ന ആ റൂം തന്നെ കാണും. ആ കുട്ടികൾ കൊണ്ട് ആ കിടക്കകളും അവരുടെ ഓടിക്കാനുള്ള റൂംസ് എല്ലാം നല്ല രീതിയിൽ ക്ലീനാക്കാനുള്ളൊരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, സാധിച്ചാൽ അവരോടൊപ്പം നിന്ന് അവരെയും സഹായിക്കുക. അതെല്ലാം ഒരു കൂട്ടായ്മയിലൂടെ പോകുമ്പോൾ അത് ഇറ്റ് വിൽ ബിക്കം ഒരു നല്ലൊരു പ്രാക്ടീസാകും. നാളെ ഫ്യൂച്ചറിന് അത് അവർക്ക് വളരെ സപ്പോർട്ടീവ് ആയിരിക്കും. പല വീടുകളിലും ഒരു സൺഡേ എന്ന് പറയുമ്പോൾ അതെന്തോ ടോട്ടൽ ഫ്രീ ആണ്. അല്ല, സൺഡേ നിങ്ങൾ ഫ്രീ അല്ല, നിങ്ങൾ ടോട്ടൽ ബിസിയാണ്. കാരണം അന്നത്തെ ഒരു ദിവസം മാത്രം അതായത് ഒരു മന്ത്ലി യു ആർ ഗെറ്റിംഗ് ഓൺലി 4 days. ഒരു മാസത്തിൽ 4 ദിവസം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. അത് തീർച്ചയായിട്ടും അത് സ്പെൻഡ് ചെയ്തിരിക്കണം. മറ്റുള്ള സമയങ്ങളെല്ലാം അവരുടെ സ്കൂളിലും അവരുടെ സുഹൃത്തുക്കളുമായിട്ടാണ്. അപ്പോൾ അതിൽ 5 ദിവസം അവർ ഒരു ദിവസമെങ്കിലും, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, 5 days കുട്ടികൾ വീട്ടിൻ്റെ പുറത്തിരിക്കുന്നത്. അവർക്ക് 5 days കിട്ടുമ്പോൾ കഷ്ടിച്ച് കിട്ടുന്നത് ഒരു സാറ്റർഡേ സൺഡേ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് പേരൻസുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും? ആ കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ മാത്രമുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ഓർമ്മക്കുറിപ്പുകളിൽ കുറിച്ച് വയ്ക്കേണ്ടത്. എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, അമ്മ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഇങ്ങനെ, ഞങ്ങൾ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒന്നിച്ച് കൂടി. ഈ ഒരു പ്രാക്ടീസ് ആ കുട്ടികളും അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തും. അപ്പോഴാണ് അതൊരു സമാധാനത്തിൻ്റെ കുടുംബവും അല്ലെങ്കിൽ സന്തുഷ്ടത്തിൻ്റെ കുടുംബമായി മാറും. അതിന് മണി ഒരു ക്രൈറ്റീരിയ അല്ല. മണി വരും പോകും. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹം ഉണ്ടാവൂ, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എല്ലാം. അതൊക്കെ തെറ്റായ ധാരണയാണ്. നമുക്കുള്ള സൗകര്യങ്ങളിൽ നമുക്ക് എത്ര സന്തോഷം നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ അത് ചെയ്തിരിക്കണം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുന്നു, ഈ വീക്കെൻഡ് നിങ്ങളും കുടുംബവും ആയിരിക്കണം, കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കണം. എന്ത് തന്നെ ആയിരുന്നാലും ഉള്ള ഭക്ഷണം ഒന്നിച്ചെന്ന് കഴിക്കുക, നല്ല പ്രോഗ്രാം ചെയ്യുക. എല്ലാം നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് അനുസരിച്ച് എന്തെങ്കിലും ഔട്ടിങ്ങോ എന്തെങ്കിലും ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.